നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിരിച്ച് തോളിൽ കൈയിട്ട് സൗഹൃദം പങ്കിട്ട് കഴുത്തറക്കുന്ന ഒരു രാജ്യം, അതാണ് ചൈനയെന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ്. ഒരു കാലത്തും ചൈനയെ നമ്പാൻ കൊള്ളില്ല, അതാണ് വാസ്തവം. നേപ്പാളിൽ ഇപ്പോൾ നടന്ന ആ ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ വിരൽ ചൂണ്ടുന്നത് മുഴുവൻ അങ്ങ് ചൈനയിലേക്ക് തന്നെയാണ്. അതായത് ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ചൈനയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരു ജാഗ്രതാ നിർദ്ദേശം പോലും നേപ്പാൾ ഭരണകൂടത്തിന് അവർ കൈമാറിയില്ല. മുൻപ് തന്നെ അങ്ങനെ ഒരു വിവരം അല്ലെങ്കിൽ അങ്ങനെ ഒരു അലേർട്ട് നേപ്പാൾ ഭരണകൂടത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രത്തോളം വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ദുരന്തത്തിന്റെ വ്യാപ്തിയെങ്കിലും കുറയ്ക്കാമായിരുന്നു. നേപ്പാളിൽ പല നഗരങ്ങളും മൂടോടെ ഇല്ലാതായിരിക്കുകയാണ്. ഒരു ചെളിക്കൂന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് നേപ്പാളിനെ മാത്രം ബാധിച്ച ഒരു വിഷയമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. നേപ്പാളിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിർത്തിയിൽ കിടക്കുന്ന നമ്മുടെ പല സംസ്ഥാനങ്ങൾക്കും പ്രതിസന്ധി നേരിടും. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് കൂടി ഇട്ടൊരു പണിയാണ് ചൈന കൊടുത്തത് എന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹിമാലയൻ അതിർത്തികളിലെ പടുകൂറ്റൻ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ചൈന മുന്നേറുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെയും തന്ത്രപരമായ സമ്മർദ്ദങ്ങളുടെയും രൂപത്തിൽ അതിന്റെ പരോക്ഷമായ വില നൽകേണ്ടി വരുന്നത് അയൽ രാജ്യങ്ങളാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നേപ്പാൾ ദുരന്തം. രസുവ ജില്ലയിലുണ്ടായ വിനാശകരമായ മിന്നൽ പ്രളയം വിരൽ ചൂണ്ടുന്നത് ചൈനയിലേക്ക്. വലിയ ചതി നടന്നിരിക്കുന്നു. ദുരന്തത്തെക്കുറിച്ച് മുൻകൂട്ടി ചൈനയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും നേപ്പാളിന് ജാഗ്രതാ നിർദ്ദേശം കൈമാറിയില്ല എന്നാണ് വിവരങ്ങൾ. ചൈന ഇന്ത്യക്കിട്ടും കൂടി പണിതതാണ് എന്ന ആരോപണം അവിടെയാണ് ശക്തമാകുന്നത്. നേപ്പാളിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളും അപകടത്തിലാകുമെന്ന് ചൈനയ്ക്ക് അറിയാം. ചൈനയെ നമ്മൾ എത്രയൊക്കെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാലും അവർ അവരുടെ തനി സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇന്ത്യയുമായി ഒരു വലിയ സൗഹാർദ്ദത്തിലാണ് ഞങ്ങൾ എന്ന് ചൈന കാണിക്കുന്നുണ്ട്. എന്നാൽ അതിർത്തികളിൽ ചൈന അവരുടെ തനിക്കൊണവും കാണിക്കുന്നുണ്ട്. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തുണ്ടായ മഞ്ഞുപാറകളും കൂറ്റൻ പാറക്കെട്ടുകളും ഇടിഞ്ഞു വീണുണ്ടായ ഹിമപാതമാണ് പ്രളയത്തിന് കാരണമായത് എന്നാണ് കരുതപ്പെടുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ പ്രകൃതി കവർന്നെടുത്തത് റോഡുകളും പാലങ്ങളും ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളുമാണ്. ദുരന്തം ഹിമാലയൻ അതിർത്തികളിൽ സൃഷ്ടിച്ച ആഘാതം നേപ്പാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. താഴേക്കൊഴുകുന്ന നദികളിലൂടെ ഇന്ത്യയിലേക്കും ഇതിന്റെ ഭീഷണി നിഴലിക്കുന്നുണ്ട്. ചൈനയുടെ ഏകപക്ഷീയമായ സ്നേഹം, ദുരന്തത്തിന് പിന്നാലെ വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാത്തതിൽ ചൈനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി നേപ്പാളി മാധ്യമ പ്രവർത്തകർ രംഗത്തെത്തി. ചൈനയെ നേപ്പാളിന്റെ വടക്കൻ അയൽക്കാരനെന്ന് വിശേഷിപ്പിച്ചവർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാത്തതിലൂടെ നേപ്പാളിന് വലിയ ജീവഹാനിയും നാശനഷ്ടങ്ങളുമാണ് ഉണ്ടായതെന്ന് കുറ്റപ്പെടുത്തി. ഏകപക്ഷീയമായ സ്നേഹത്തിന്റെ വില നേപ്പാൾ എന്തിന് നൽകണം എന്ന ചോദ്യമാണ് ഇപ്പോൾ നേപ്പാളിലെ പൊതുസമൂഹത്തിലും സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായി മാറുന്നത്. 2015 ഭൂകമ്പത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഗോവിന്ദ് രാജ് പോഖ്രേലും ചൈനയുടെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടി. അത്യാധുനിക ഉപഗ്രഹ സാങ്കേതിക വിദ്യകളും വിപുലമായ വിവരശേഖരണ സംവിധാനങ്ങളുമുള്ള ചൈനയ്ക്ക് ഇത്തരം ഒരു ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടെത്താനും നേപ്പാളിന് മുന്നറിയിപ്പ് നൽകാനും സാധിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഗ്ലേഷ്യൽ തടാകങ്ങൾ പൊട്ടിയൊഴുകുന്ന ദുരന്തങ്ങൾ, പ്രളയം, ഭൂകമ്പം എന്നിവ തടയുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ അടിയന്തര വിവരശേഖരണവും സഹകരണവും ആവശ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓഗസ്റ്റ് 26 രാവിലെ 9 മണിയോടെയാണ് ടിബറ്റൻ അതിർത്തിയിൽ നിന്നും ഭോട്ടെ കോശി നദിയിലേക്ക് പ്രളയജലം ശക്തമായി ഒഴുകിയെത്തിയത്. നേപ്പാൾ ഉടനടി താഴെ തട്ടിലുള്ള നുവാക്കോട്ട്, ധാഡിങ്, ഗോർക്ക, ചിത്വാൻ തുടങ്ങി ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയെങ്കിലും അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള മുൻകൂട്ടി വിവര ലഭ്യത കുറവായിരുന്നു. 2025 ജൂലൈയിൽ ഉണ്ടായ സമാനമായ ഹിമതടാക പ്രളയത്തിന് ശേഷം തത്സമയ വിവരങ്ങൾ കൈമാറാനും അടിയന്തര മുന്നറിയിപ്പ് സംവിധാനം വികസിപ്പിക്കാനും ചൈനയും നേപ്പാളും തത്വത്തിൽ ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ഈ കരാർ ഇനിയും ഔദ്യോഗികമായി ഒപ്പുവെച്ചിട്ടില്ല. ടിബറ്റിലെ കാലാവസ്ഥ, മഞ്ഞുപാളി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിലവിൽ ഔദ്യോഗിക സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. എന്നാൽ കഠിനമായ ഭൂപ്രകൃതിയിൽ പെട്ടെന്നുണ്ടായ മഞ്ഞുമല ഇടിച്ചിലായതിനാൽ ചൈനീസ് അധികൃതർക്ക് പോലും പ്രതികരിക്കാൻ സമയം ലഭിച്ചിട്ടുണ്ടാകില്ല എന്ന് ഇന്ത്യയിലെ മുൻ നേപ്പാൾ സ്ഥാനപതി ദിപ്കുമാർ ഉപാധ്യായ ചൂണ്ടിക്കാട്ടുന്നു. നേപ്പാൾ ഭരണകൂടം ഔദ്യോഗികമായി ചൈനയെ കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും മാധ്യമങ്ങളിലും പ്രകൃതി ദുരന്ത പഠന കേന്ദ്രങ്ങളുമെല്ലാം ചൈനയുടെ നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിലെ കൂറ്റൻ അടിസ്ഥാന സൗകര്യ വികസനമോ സൈനിക നീക്കമോ
ചൈന ടിബറ്റിൽ നടത്തുന്ന വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പ്രദേശത്തെ പരിസ്ഥിതി താളം തെറ്റിക്കുന്നത് എന്ന ആരോപണം കാലങ്ങളായി ശക്തമാണ്. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ടിബറ്റിലെ റോഡ് നെറ്റ്വർക്ക് 4536 മൈലിൽ 73,818 മൈലായി ചൈന വർദ്ധിപ്പിച്ചു. അതായത് 16 മടങ്ങിലധികം വർധനവ്. ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ, തുരങ്കങ്ങൾ, റെയിൽവേ ലൈനുകൾ, പാലങ്ങൾ എന്നിവയാണ് ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വിദൂര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടിയാണ് ഇതെന്ന് ചൈനയുടെ ഔദ്യോഗിക പ്ലാനെങ്കിലും ഇതിന് വലിയ തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ട്. തർക്കത്തിലുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് ചൈനീസ് സേനയ്ക്ക് ആയുധങ്ങളും സൈന്യത്തെയും അതിവേഗം എത്തിക്കാൻ ഇത് സഹായിക്കുന്നു. ഹിമാലയൻ പ്രദേശങ്ങളിലെ ഭീമമായ ഖനനവും നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകൃതിദത്ത ജലസ്രോതസ്സുകളെ നാശത്തിനും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമാക്കുന്നു. ചൈനയുടെ ജലനയവും അയൽ രാജ്യങ്ങളുടെ ആശങ്കയും. ചൈനയുടെ നിയന്ത്രണത്തിലുള്ള യാർലുങ് സാങ്പോ നദിയാണ് ഇന്ത്യയിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്രയായി മാറുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായ ഈ നദിയിലെ മേൽത്തട്ടിൽ ചൈന നിർമ്മിക്കുന്ന അണക്കെട്ടുകൾ വൻ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ചൈന നിർമ്മിക്കുന്ന അണക്കെട്ടുകൾ പ്രളയത്തിന് കാരണമാകും എന്നതിനേക്കാൾ വിവരങ്ങളുടെ വിനിമയവും നിയന്ത്രണവുമാണ് അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത്. മഴയുടെ അളവ്, പ്രളയ മുന്നറിയിപ്പുകൾ, ഡാമുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് എന്നിവ കൃത്യസമയത്ത് താഴെയുള്ള രാജ്യങ്ങൾക്ക് കൈമാറാൻ ചൈന പലപ്പോഴും മടി കാണിക്കുന്നു. ഇത് ബംഗ്ലാദേശിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും പെട്ടെന്നുണ്ടാകുന്ന പ്രളയങ്ങൾക്ക് കാരണമാകുന്നു. അതായത് പണി കിട്ടുന്നെങ്കിൽ അയൽ രാജ്യങ്ങൾക്ക് പണി കിട്ടിക്കോട്ടെ എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ ചിന്ത. നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തിന് വലിയ തോതിൽ ഉത്തരവാദികൾ ചൈന തന്നെയാണ്. കാരണം നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭൂമിയിൽ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ദുർബലമായ നേപ്പാളിനെ വീണ്ടും ദുർബലമാക്കുന്നു. നേപ്പാളിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് ഉറപ്പായും ഇന്ത്യയിലേക്ക് വ്യാപിക്കും. നേപ്പാളിൽ പ്രളയമുണ്ടായപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ ബീഹാറും ഒക്കെ വലിയ ഭീതിയിലൂടെയാണ് കടന്നുപോയത്. ചൈനയുടെ ആ ചതിയുടെ മുഖം വീണ്ടും വെളിപ്പെട്ടിരിക്കുന്നു.